അപ്പം സുഹൃത്തുക്കളെ നല്ല കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ബീഫ് ഡ്രൈ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. ഉള്ളിയെല്ലാം അരിഞ്ഞെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. തന്നെ നാടൻ സ്റ്റൈലിൽ നമ്മൾ പരിപാടി കേട്ടോ. നല്ല ചെറിയ കുത്തമ്മിയുണ്ട കല്ലിൻ്റെ, അതിലാണ് പരിപാടി. ഉള്ളിയെല്ലാം സെറ്റാക്കി മുറിച്ചെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിനി. പിന്നെ ഉള്ളി നമുക്കൊന്ന് ചെറുങ്ങനെ വഴക്കിയെടുക്കാം. ഗ്യാസില്ല, അപ്പം വിറകടുപ്പില്ല പരിപാടി. ഉള്ളി, തക്കാളി, പച്ചപ്പറങ്കി എല്ലാം മിക്സാക്കിയിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, ഇളക്കുക. എനിക്ക് കുക്കിങ്ങിൽ വലിയ അറിവൊന്നുമില്ല, എന്നാലും ഇവർ പറഞ്ഞിരുന്ന പോലെ ഇവരെ സഹായിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇറച്ചി കുറച്ചായിട്ട് അങ്ങ് എടുത്തിട്ട് കൊടുക്കണം. അതിന് പിന്നെ പ്രത്യേകിച്ച് എല്ലാം ഒരാളെ കൊണ്ടാവില്ലല്ലോ. അപ്പോൾ കഴുകി ഇറച്ചിയെല്ലാം വൃത്തിയാക്കിയിട്ട് ഉമ്മ സെറ്റ് ചെയ്തിരുന്നുണ്ട്. അങ്ങനെ ഇറച്ചിയെല്ലാം മൊത്തം നമ്മൾ ഇതിലിട്ട് സെറ്റാക്കി റെഡിയാക്കണം. ഇതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. അതിപ്പം ഏകദേശം മിക്സായി വരുന്നുണ്ട്. കുറച്ച് ഗ്രേവിയെല്ലാം വെച്ച് സെറ്റാക്കണം. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ടോ, നല്ല ആവിയെല്ലാം പൊതുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്നതിനടുത്ത് നാന്ന് ചൂടോടെ അപ്പോൾ വായു കൊള്ളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കെന്നാൽ ബീഫ് നെയ്ച്ചോറ് കുറച്ച് കഴിച്ചാലോ.